എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NSSൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടതും ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിനെ പറ്റിയുള്ള വീഡിയോ വേണമെന്ന്. നമുക്കറിയാം NSS പോലെ തന്നെ +1 +2 സ്കൗട്ട് ആൻഡ് ഗൈഡും മിക്ക സ്കൂളുകളിലും അവൈലബിൾ ആണ്. എന്നാൽ NSSൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സ്കൗട്ട് ആൻഡ് ഗൈഡിനെ പറ്റി എസ്പെഷ്യലി +1 +2 ലെവലിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇറങ്ങിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിദ്യാഭ്യാസപരമായ അറിവുകൾക്കും വാർത്തകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമാകാൻ +1 +2 കാലയളവിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫുൾ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ തന്നെ കണ്ടു തീർക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഓരോരോ ഡീറ്റെയിൽസിലേക്കായിട്ട് പോവാം. ആദ്യം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഞാൻ പറഞ്ഞല്ലോ, മിക്ക ക്ലാസ് ലെവലുകളിലും സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ് തൊട്ട് തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്. അപ്പോൾ +1 +2 ലെവലിലെത്തുമ്പോൾ നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്. ഒന്ന് റിട്ടൺ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ, 2 പ്രാക്ടിക്കൽ ടാസ്ക് എക്സാമിനേഷൻ. ഇത് പല സ്കൂളുകളിലും NSS പോലെ തന്നെ പല രീതിയിലാണ് നടത്താറുള്ളത്. ചിലയിടത്ത് റിട്ടൺ ടെസ്റ്റ് മാത്രം നടത്തും, ചിലയിടത്ത് റിട്ടൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ നടത്തും, ചിലയിടത്ത് പ്രാക്ടിക്കൽ ടാസ്ക് മാത്രം നടത്തും, ചിലയിടത്ത് ഈ 3ഉം നടത്തും, ചിലയിടത്ത് റിട്ടൺ ടെസ്റ്റും പ്രാക്ടിക്കൽ ടാസ്കും മാത്രം നടത്തും. ഇങ്ങനെ പല രീതിയിലും എടുക്കാറുണ്ട്. പൊതുവേ ഈ 3 മെത്തേഡുകളാണ് ഉള്ളത്. ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. ഒന്ന് റിട്ടൺ ടെസ്റ്റ്, അതായത് നിങ്ങളുടെ എഴുത്ത് പരീക്ഷ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് സ്കൗട്ട് ആൻഡ് ഗൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ഉത്തരം എഴുതുക, അതിൽ മാർക്ക് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, കുട്ടികളെ സ്കൗട്ട് ആൻഡ് ഗൈഡിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തും. നിങ്ങളെ NSS പോലെ തന്നെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് മികച്ച പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിലേക്ക് എടുക്കും. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടാസ്ക് വരും. പ്രാക്ടിക്കൽ ടാസ്ക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാവരെയും കൂടെ വിളിച്ചിറക്കിയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വരും. പൊതുവേ ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ച് തന്നിട്ട് അവിടെ വൃത്തിയാക്കാൻ പറയും. എന്നിട്ട് അവിടെ നല്ല പെർഫോം ചെയ്യുന്ന കുട്ടികളെ സ്കൗട്ട് ആൻഡ് ഗൈഡിലേക്ക് എടുക്കും. ഇങ്ങനെയെല്ലാം തന്നെ കുട്ടികളെ എടുക്കാറുണ്ട്. ഈ 3ൽ ഏത് വേണോ നടത്താം, അല്ലെങ്കിൽ 3ഉം നടത്താം. എങ്ങനെ വേണോ നടത്താം. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് അതത് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കോർഡിനേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. റിട്ടൺ ടെസ്റ്റിൻ്റെ സിലബസ് മെയിനായിട്ട് വരുന്നത് ഈ 4 പോയിൻറ്റുകളാണ്. ഒന്ന് മൂവ്മെൻറ്റ് ഹിസ്റ്ററി, അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററി, അത്തരത്തിലുള്ള കണ്ടൻറ്റ് നിങ്ങളുടെ റിട്ടൺ ടെസ്റ്റിൽ വരും. പിന്നെ നാഷണൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സ്ട്രക്ചർ, ഒബ്ജക്റ്റീവ്സ്, ഇത്തരത്തിൽ കറൻ്റ്ലി സ്കൗട്ട് ആൻഡ് ഗൈഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ കറണ്ട് അഫയേഴ്സ്, അത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ആയിരുന്നാലും NSS ആയിരുന്നാലും SPC ആയിരുന്നാലും ഏത് റിട്ടൺ ടെസ്റ്റ് എടുത്താലും കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യും, അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, പിന്നെ ഓരോ കേഡറ്റിൻ്റെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ജനറലി ഉള്ള ചോദ്യങ്ങളുണ്ടാവും. സോ ഇത്രയുമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ റിട്ടൺ ടെസ്റ്റ് നടത്താറുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് ആയിട്ട് വരിക. ഇനി നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ റിട്ടൺ ടെസ്റ്റിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ചെയ്യാം. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്യൂവേഴ്സൊക്കെ നല്ല കുറവായതുകൊണ്ടാണ് ഇനി ഈ വർഷം തൊട്ട് അതൊന്നും ചെയ്യാത്തത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ചെയ്തു തരാം. പിന്നെ അടുത്തതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. മെയിൻലി സോഷ്യൽ വർക്ക്സ് ഉണ്ടാവും, ക്യാമ്പസ് വർക്ക് ഉണ്ടാവും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും മെയിൻലി ഇത് 2 വർക്കുകളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ സമൂഹത്തിലിറങ്ങി വിവിധ സേവനങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ കഴിയുമായിരിക്കും, സ്കൗട്ട് ആൻഡ് ഗൈഡ് വീടില്ലാത്ത കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു, ഇത്തരത്തിലുള്ള വാർത്തകൾ. ഇത്തരത്തിൽ കമ്മ്യൂണിറ്റിയിലിറങ്ങി സോഷ്യലി ഉള്ള ബെറ്റർ വർക്ക്സിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഏർപ്പെടാറുണ്ട്. പിന്നെ ക്യാമ്പസ് വർക്കുകൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ, പിന്നെ അങ്ങനെയുള്ള വിവിധ പ്രവർത്തനങ്ങളുണ്ടാവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടും കുറച്ച് സമയം എടുത്തു ഞാൻ വീഡിയോ ചെയ്യും. കാരണം എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ചായിരുന്നു, എനിക്ക് പരിചയമുള്ള ഒരു സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് നടത്തിയ പ്രവർത്തനം സർവ്വമത പ്രാർത്ഥനയായിരുന്നു.
എന്ന് വെച്ചാൽ എല്ലാ മതത്തിൻ്റെയും ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുട്ടികളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾക്കൊരു കാര്യമുള്ളത് പരേഡൊക്കെ ഉണ്ടാവും. NSS ഒക്കെ എന്ന് പറയുമ്പോൾ പരേഡ് കാണില്ല, എന്നാൽ ഇതിന് പരേഡ് ഉണ്ടാവും. ബട്ട് അത് നിങ്ങൾ NCCയോ അല്ലെങ്കിൽ SPCയോ പോലെ ഭയങ്കര ഹാർഡൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് മാർച്ചിങ് അത്തരത്തിൽ സിമ്പിളായിട്ടുള്ള പരേഡ് മാത്രമേ കാണത്തുള്ളൂ, എന്നാൽ അതും ഉണ്ടാകും. സോ ഇത്രയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വരിക. അത് ഓരോ സ്കൂളിലും ഓരോരോ വർക്കുകളായിട്ട് മാറി മാറി ചെയ്തു പോകും. ഓക്കെ, ബട്ട് ദർ ഇസ് എ സ്ട്രിക്റ്റ് റെക്കോർഡ് കീപ്പിംഗ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവനവനായിട്ട് എഴുതി സൂക്ഷിക്കണം. നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. നിങ്ങൾ ഒരുപാട് ചാർട്ടുകൾ, പ്രോജക്റ്റുകൾ, ഡയറീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവസാനത്തെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടത്തുള്ളൂ. സോ കൃത്യമായിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് ഇതിനകത്ത് ഉണ്ടാവും. സോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യക്തമായി എഴുതി വെക്കാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളവർ മാത്രമേ ഇതിൽ ചേരാവൂ. അവസാനം മടി പിടിച്ചിരുന്ന ഒരു ഉപയോഗമില്ലാതെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ചാർട്ടുകൾ, പ്രസൻറ്റേഷൻസ്, പിന്നെ എനിക്ക് തോന്നുന്നു പ്രബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേർന്നാൽ. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ മറ്റൊരിതാണ് ക്യാമ്പുകൾ. നിങ്ങൾ 2 വർഷത്തിൽ മൊത്തം 3 ക്യാമ്പുകളായിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി ജനറലി പറയാറ് 2 ക്യാമ്പ് എന്നാണ്. സത്യത്തിൽ ഇൻ റിയാലിറ്റി 3 ക്യാമ്പുകൾ ഉണ്ടാകും. ഫസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് 3 ദിവസത്തെ ക്യാമ്പായിരിക്കും ഉണ്ടാവുക. ഇതിനകത്ത് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ, ക്യാമ്പ് ആക്ടിവിറ്റീസ്, അതായത് രാത്രിയിലുള്ള ക്യാമ്പ് ഫയർ, പിന്നെ നിങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്യാമ്പിൽ ഉണ്ടാവുക. സെക്കൻഡ് ഇയർ ക്യാമ്പ് ഇതിൻ്റെ അതേ റെപ്പറ്റീഷൻ ആയിരിക്കും, എന്നാൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് മാപ്പ് മേക്കിംഗ് പോലുള്ള റെസ്ക്യൂ ഡ്രിൽസ് പോലുള്ള, നിങ്ങൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ എന്നൊക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കുകയും ഇത്തരത്തിലുള്ള കുറച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളും ഒക്കെ ചേർന്നായിരിക്കും സെക്കൻഡ് ഇയർ നിങ്ങളുടെ 2ാം വർഷത്തിലെ ക്യാമ്പ്. ഓക്കെ, ഇങ്ങനെ വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ +1 ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം, +2 ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. 2 ക്യാമ്പുകൾ 3 ദിവസങ്ങൾ വീതമായിരിക്കും. NSSൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. NSSൽ ഫസ്റ്റ് ഇയറിൽ ഒരു 7 ദിവസത്തെ ക്യാമ്പാണുള്ളെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഫസ്റ്റ് ഇയറിൽ 3 ദിവസത്തെ ക്യാമ്പും സെക്കൻഡ് ഇയറിൽ 3 ദിവസത്തെ ക്യാമ്പും, ദെൻ സെക്കൻഡ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് 2 days or 3 daysൻ്റെ ഒരു എക്സാം ക്യാമ്പ് വരും. ഈ ക്യാമ്പിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും ഈ കാര്യങ്ങൾ അടങ്ങി ഒരു എക്സാം എഴുതുകയും വേണം. ഈ എക്സാം നിങ്ങൾക്ക് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. സോ ഈ ക്യാമ്പ് 2 or 3 days വരാം. ഇപ്പോൾ 2 days ആയിരിക്കാം, അല്ലെങ്കിൽ 3 days ആയിരിക്കാം. ഞാൻ അന്വേഷിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും പല നമ്പർ ഓഫ് ഡേയ്സിലായിട്ടായിരുന്നു ഈ എക്സാം ക്യാമ്പ് നടക്കാറുള്ളത്. സോ എക്സാം ക്യാമ്പും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ മൊത്തം 2 വർഷം കൊണ്ട് നിങ്ങൾ 8 മുതൽ 9 ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. 8 അല്ലെങ്കിൽ 9 ദിവസം. ഫസ്റ്റ് ഇയറിൽ 3 ദിവസം, സെക്കൻഡ് ഇയറിൽ 3 ദിവസം, പിന്നെ 2 അല്ലെങ്കിൽ 3 ദിവസത്തെ എക്സാം ക്യാമ്പ്. സോ ഇത്രയുമാണ് NSSൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ക്യാമ്പുകളായിട്ട് വരിക. ഇനി വരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വായിച്ചു ചോദിക്കും, ഞാൻ റാൻഡംലി കൊടുത്തതാണ്. നിങ്ങൾക്ക് ട്രെയിനിങ് എങ്ങനെയായിരിക്കും വരിക, ഫസ്റ്റ് ഇയറിലെ ടേം 1 ക്യാമ്പ്, സെക്കൻഡ് ക്യാമ്പ്, എക്സാം, ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് ഉണ്ടാവുക. ഇതുവഴി നിങ്ങൾ വിവിധങ്ങളായിട്ടുള്ള സ്കില്ലുകൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ റെസ്ക്യൂയിങ് പോലുള്ള, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലുള്ള ലൈഫിൽ വേണ്ട സ്കില്ലുകൾ നിങ്ങൾ പഠിക്കും. ദെൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാ പിള്ളേരും വന്ന് ചേരുന്നത് ഇതിനു വേണ്ടി, എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും വന്ന് ചേരുന്നത് ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ്. NSSനേക്കാൾ SPCയേക്കാളൊക്കെ ഒരുപാട് ഗ്രേസ് മാർക്ക് കൂടുതലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിന്. ടോട്ടൽ 40 മാർക്കിൻ്റെ ഗ്രേസ് മാർക്ക് കിട്ടും. ഓക്കെ, NSSൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് 40 മാർക്ക് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ഗ്രേസ് മാർക്കായിട്ട് കിട്ടും. പിന്നെ റെയിൽവേ പോലുള്ള എക്സാംസുകളിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. നിങ്ങൾക്ക് റെയിൽവേയിലേക്കുള്ള ജോബിൻ്റെ എക്സാംസ് ഇല്ലേ, ഇത്തരത്തിൽ എല്ലാ PSC ടെസ്റ്റുകളിലൊന്നുമില്ല, ഇത്തരത്തിൽ റെയിൽവേ ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ചില നിങ്ങൾക്ക് എക്സാമുകളിലും നിങ്ങൾക്ക് ഭാവിയിൽ ഗ്രേസ് മാർക്ക് കിട്ടും. സോ ഏറ്റവും അധികം ഗ്രേസ് മാർക്ക് +2 എക്സാമിന് കിട്ടുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ നിന്നാണ്. 40 മാർക്ക്. നിങ്ങൾ SPC ആണെങ്കിൽ 20 മാർക്ക് കിട്ടത്തുള്ളൂ, NSS ആണെങ്കിൽ 24 മാർക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടാകുമ്പോഴും സ്കൗട്ട് ആൻഡ് ഗൈഡിന് 40 മാർക്ക് കിട്ടും. ഇത് വലിയൊരു അട്രാക്ഷനാണ്. ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നവർക്ക് ഇത്തരത്തിലുള്ള അവാർഡൊക്കെ കിട്ടും. ദ്വിതീയ സോപാൻ, തൃതീയ സോപാൻ, രാജ്യ പുരസ്കാർ, ചീഫ് മിനിസ്റ്റർ ഷീൽഡ്. ഇതിൽ എനിക്ക് തോന്നുന്നു ചീഫ് മിനിസ്റ്റർ ഷീൽഡാണ് ഹയസ്റ്റ് അവാർഡ്. ഓക്കെ, തോന്നുന്നില്ല, റിയാലിറ്റിയാണ്. സോ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് എന്ന് പറയുന്ന ഹയസ്റ്റ് അവാർഡ് കിട്ടി നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാവും. ഇത് നിങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായിട്ട് എക്സാംസ് ഒക്കെ എഴുതി ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള അവാർഡുകളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എഴുതിയെടുക്കുക. പിന്നെ എൻവയോൺമെൻറ്റൽ വർക്ക്സ്, അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളിലൊന്ന് എൻവയോൺമെൻറ്റ് വർക്കാണ്. അതിൽ ട്രീ പ്ലാന്റിങ്ങും സാനിറ്റൈസേഷനും വരും, വൃത്തിയാക്കലും മരം നടലും. ഇതാണ് മിക്ക സ്കൗട്ട് ആൻഡ് ഗൈഡും യൂണിറ്റുകളും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. പിന്നെ സ്വയം പര്യാപ്തത നേടാനായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡുകൾ ബിസിനസ് നടത്താറുണ്ട്. ഇപ്പോൾ ഫിനൈൽ നിർമ്മാണം പോലുള്ള ബിസിനസ് നടത്താറുണ്ട്. ദെൻ മെയിൻലി എൻവയോൺമെൻറ്റൽ വർക്ക്സ് ആയിട്ട് ട്രീ പ്ലാന്റിങ്ങും സാനിറ്റൈസേഷനുമാണ് വരിക. NSSലും ഇതൊക്കെ തന്നെ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓക്കെ കഴിഞ്ഞു. സോ ഇത്രയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് മേ ബി ചിലപ്പോൾ ചില മിസ്റ്റേക്സ് വന്നേക്കാം. ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഐ എം നോട്ട് കണക്റ്റഡ് ടു സ്കൗട്ട് ആൻഡ് ഗൈഡ്. ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് കണക്റ്റഡോ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുമില്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുമില്ല. എന്നാൽ ഞാൻ NSSൻ്റെ വീഡിയോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ NSSൻ്റെ ഭാഗമായിരുന്നു, ഞാനൊരു NSS യൂണിറ്റിനെ ഗൈഡ് ചെയ്തിട്ടുണ്ട്, നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഇത്തരത്തിലെല്ലാം പാർട്ടായിരുന്നു. അല്ലെങ്കിൽ നിലവിൽ സ്റ്റിൽ ഞാൻ NSSുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ടാവാം. സോ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇഫ് അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് കളക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. ദെൻ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ എക്സാം ആൻഡ് ഇൻ്റർവ്യൂസിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചോദിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഇത്രയാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് പറയാനായിട്ടുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.